Dear students, welcome back to our physics class. I hope you all are doing well. Let me ask you a question. When does science make sense? എപ്പോഴാണ് ശാസ്ത്രം അർത്ഥവത്താവുന്നത്? ചെറിയ ക്ലാസ്സുകൾ മുതൽ പരിസര പഠനം, ബേസിക് സയൻസ്, മുതിർന്ന ക്ലാസ്സിലെത്തിയപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ പേരുകളിൽ നമ്മൾ സയൻസ് പഠിക്കുന്നു. എങ്കിൽ എപ്പോഴാണ് ഇതിന് ഒരു അർത്ഥമുണ്ടാകുന്നത്? ശാസ്ത്ര പഠനം എപ്പോഴാണ് അർത്ഥവത്താകുന്നത്? പഠിച്ച് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുന്നത് കൊണ്ട് മാത്രം ശാസ്ത്രം അർത്ഥവത്താകുന്നില്ല. നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ അത് എത്രമാത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇത്തരത്തിൽ ഡേ ടു ഡേ ലൈഫിൽ ആപ്ലിക്കബിൾ ആയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Can you list some electrical devices that working on the heating effect of electric current? നിങ്ങൾക്ക് വൈദ്യുതിയുടെ താപനില വെച്ച് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഏതാനും ഉപകരണങ്ങൾ പറയാമോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക് ടോസ്റ്റർ, ഇലക്ട്രിക് സ്റ്റൗ, അയൺ ബോക്സ് എക്സെട്ര. ഇതെല്ലാം വൈദ്യുതിയുടെ താപനിലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. So dear students, let us examine this electric iron box. This bottom part is producing heat energy for us, while the other parts are not producing that much heat energy. These conducting wires are not producing that much heat energy. Why? The reason is this bottom part is connected to a heating coil. That heating coil is producing large amount of heat energy. So this is the inner part of an electric iron box. So you can see that this curved portion. Inside this curved portion there is a heating coil. So we are using an alloy called nichrome as the heating coil. So what is nichrome? Nichrome is an alloy of nickel, chromium and iron. Nickel, chromium, iron തുടങ്ങിയ ലോഹങ്ങളുടെ ഒരു സങ്കരമാണ് നിക്രോം. ഈ നിക്രോം ആണ് നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് വൈദ്യുത താപന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഈ നിക്രോം ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കാനുള്ള കാരണമെന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് നിക്രോം വയർ? നിക്രോമിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സോ ഫസ്റ്റ് വൺ ഈസ് ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി. എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷനുമുള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് തന്നെയാണ് അതിന്റെ റെസിസ്റ്റിവിറ്റി. The second property is high melting point. ഉയർന്ന ദ്രവണാങ്കമാണ് നിക്രോമിന് ഉള്ളത്. നിക്രോമിന്റെ ദ്രവണാങ്കം ഏകദേശം 1400 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ചെറിയ താപനിലയിലൊന്നും ഇത് മെൽറ്റ് ചെയ്യുന്നില്ല. The third property of nichrome wire is ability to remain red hot condition for a long time without oxidation. ഓക്സീകരണം സംഭവിക്കാതെ ദീർഘനേരം ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിലനിൽക്കാനുള്ള കഴിവാണ്. So what are the peculiarities of nichrome? First one is high resistivity, ഉയർന്ന resistivity. Second point is high melting point, ഉയർന്ന ദ്രവണാങ്കം. And the last point is ability to remain red hot condition for a long time without oxidation. അതായത് ഓക്സീകരണം സംഭവിക്കാതെ ദീർഘനേരം ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിലനിൽക്കാനുള്ള കഴിവ്. These are the main properties of nichrome wire, and that is why we are using it as a heating coil. അടുത്തതായി നമുക്ക് ഈ ഹീറ്റിംഗ് കോയിൽ എങ്ങനെയാണ് ഇത്രയധികം താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ സർക്യൂട്ടിലേക്ക് നോക്കുക. ഈ സർക്യൂട്ടിൽ ഒരു കണ്ടക്ടിംഗ് വയർ ഉണ്ട്. കണ്ടക്ടിംഗ് വയറിന്റെ റെസിസ്റ്റൻസ് 1 ഓം ആണ്. 1 ഓം ആണ് ചാലക കമ്പിയുടെ പ്രതിരോധം. ഇവിടെ ഹീറ്റിംഗ് കോയിലിന്റെ റെസിസ്റ്റൻസ് ഓഫ് ദ ഹീറ്റിംഗ് കോയിൽ ഈസ് 250 ഓം. 250 ഓം ആണ് ഹീറ്റിംഗ് കോയിലിന്റെ പ്രതിരോധം. ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടാണ് 2 ആമ്പിയർ. നമുക്ക് ഹീറ്റിംഗ് കോയിലിലെയും കണ്ടക്ടറിലെയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് ഒന്ന് കണ്ടെത്താം. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം ഈ ചാലക കമ്പിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ്. കണ്ടക്ടിംഗ് വയറിൽ എത്രമാത്രം ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. സോ ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഹീറ്റ് എനർജി ഈസ് H is equal to
I square RT. ഇവിടെ നമ്മൾ ടൈം 10 സെക്കൻഡ് ആയിട്ടാണ് എടുക്കുന്നത്. T is equal to 10 സെക്കൻഡ്. ആദ്യം ചാലക കമ്പിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. That is I square. 2 square is 4 into resistance of the conducting wire is 1 ohm. 1 into time T is equal to 10 seconds. So the answer is 40 joule. ചാലക കമ്പിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി 40 ജൂൾ ആണ് നമുക്ക് കിട്ടിയത്. 40 ജൂൾ താപോർജ്ജമാണ് ചാലക കമ്പിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അടുത്തതായി ഈ ഹീറ്റിംഗ് കോയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി എത്രയാണ് നമുക്ക് നോക്കാം. നമുക്ക് ചാലക കമ്പിയിൽ, അതായത് കണ്ടക്ടിംഗ് വയറിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഹീറ്റ് എനർജി 40 ജൂൾ എന്ന് കിട്ടി. അടുത്തത് ഹീറ്റിംഗ് കോയിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം H is equal to I square RT. So I is 2 ampere and I square is 4 into resistance of the heating coil is 250 ohm. 4 into 250 into 10. Time is 10 seconds. So the answer is 4 into 250 is 1000. 1000 into 10, that is 10,000 joule heat energy ആണ് ഹീറ്റിംഗ് കോയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കണ്ടക്ടിംഗ് വയറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജം ഹീറ്റിംഗ് കോയിലിലെ ഹീറ്റ് എനർജിയെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെന്ന് നമുക്ക് കാണാം. So compared to the heat produced in the heating coil and the heat produced in the conducting wire, so this 40 joule is negligible when we compare to 10,000 joule. So അതിനാലാണ് ഹീറ്റിംഗ് കോയിൽ താപോർജ്ജം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഹീറ്റിംഗ് കോയിലിന്റെ പ്രതിരോധമാണ് ഇവിടുത്തെ പ്രധാന ഘടകം. So before we get into the next device, let's complete the table 1.2 in your textbook and find out which is the factor that influences heat the most. താപത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. So according to Joule's law, H is equal to I square RT. ഇവിടെ നമ്മൾ ആദ്യം റെസിസ്റ്റൻസ് ഡബിൾ ആക്കുകയാണ്, അതായത് ഇതിന്റെ പ്രതിരോധം ഇരട്ടിയാക്കണം. സോ ആറിന് പകരം നമ്മൾ 2R എന്ന് എഴുതും. റെസിസ്റ്റൻസ് നേരെ ഇരട്ടിയാണ്. അപ്പോൾ ഇക്വേഷനിൽ എന്ത് മാറ്റം വരുമെന്ന് നോക്കാം. I square into 2R into T, that is 2 into I square RT. So we can write 2 into H. I square RT is H. So here the heat produced becomes double. താപോർജ്ജം രണ്ടിരട്ടിയായി മാറുന്നു. അതായത് പ്രതിരോധം ഇരട്ടിയാക്കിയാൽ താപോർജ്ജം 2 മടങ്ങായി വർദ്ധിക്കും. സോ അടുത്തായി നമ്മൾ റെസിസ്റ്റൻസ് ഹാഫ് ആക്കുകയാണ്, അതായത് പ്രതിരോധം പകുതിയാക്കിയാൽ എന്ത് മാറ്റമാണ് ഉണ്ടാവും നോക്കാം. I square into R/2 into T. So we can write I square RT all divided by 2, that is H/2. So റെസിസ്റ്റൻസ് പകുതിയാക്കിയാൽ നമുക്ക് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി പകുതിയായി മാറും. റെസിസ്റ്റൻസ് ഇരട്ടിയാക്കിയാൽ ഹീറ്റ് എനർജി ഇരട്ടിയാവും. റെസിസ്റ്റൻസ് പകുതിയാക്കിയാൽ ഹീറ്റ് എനർജി പകുതിയായി മാറും. അടുത്തായിട്ട് നമുക്ക് ഇക്വേഷനിൽ ടൈം ഇരട്ടിയാക്കാം, അതായത് ടിക്ക് പകരം 2t എന്ന് നൽകുക. സോ H is equal to I square into R into 2t, that is 2 into I square RT, that is equal to 2 into H. So ടൈം ഡബിൾ ആക്കിയാലും നമുക്ക് ഹീറ്റ് എനർജി 2 മടങ്ങായിട്ട് ലഭിക്കും. അടുത്തത് നമ്മൾ ടൈം പകുതിയാക്കുകയാണ്, അതായത് ടിക്ക് പകരം T/2 എന്ന് ഇക്വേഷൻ കൊടുക്കുക. സോ H is equal to I square into R into T/2, that is equal to
I square RT divided by 2. That is h by 2. അതായത് സമയം പകുതിയാക്കിയാലും നമുക്ക് ഉണ്ടാകുന്ന താപോർജ്ജം ഹീറ്റ് എനർജി പകുതിയാകുന്നതായിട്ട് കാണാം. അതായത് സമയം ഇരട്ടിയാക്കിയാൽ ഹീറ്റ് എനർജിയും ഇരട്ടിയാകും, സമയം പകുതിയാക്കിയാൽ ഹീറ്റ് എനർജി പകുതിയാകും. അടുത്തതായി നമുക്ക് ഇലക്ട്രിസിറ്റി, അതായത് ഐ ഇരട്ടിയാക്കി നോക്കാം. ഐക്ക് പകരം 2i എന്ന ഇക്വേഷനിൽ കൊടുക്കുക. So h is equal to 2i whole square into r into t. So 2i whole square is 4i square. 4i square into r into t. So that is equal to 4i square rt. 4h എന്ന് കിട്ടും. അതായത് നമ്മൾ വൈദ്യുത പ്രവാഹ തീവ്രത ഇരട്ടിയാക്കിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജം 4 മടങ്ങായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാം. അതായത് വൈദ്യുത പ്രവാഹ തീവ്രത 2 മടങ്ങാക്കിയാൽ ഉണ്ടാകുന്ന താപോർജ്ജം 4 മടങ്ങായിട്ട് വർദ്ധിക്കും. സോ ദ ഹീറ്റ് എനർജി ബിക്കംസ് 4 times. അടുത്തതായി നമ്മൾ ഇലക്ട്രിസിറ്റി പകുതിയാക്കി. അതായത് ഐ എന്നുള്ളത് I by 2 എന്ന ഇക്വേഷനിൽ ആരോപിക്കും. So I by 2 whole square into r into t. That is I square by 4 into r into t. So the final answer is I square rt the whole divided by 4. That is equal to h by 4. അതായത് വൈദ്യുത പ്രവാഹ തീവ്രത ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് പകുതിയാക്കിയാൽ ഹാഫ് ആക്കിയാൽ നമുക്ക് ലഭിക്കുന്ന താപോർജ്ജവും 4 കുറയും. അപ്പൊ നമുക്ക് ഈ ടേബിൾ 1.2 നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയാണ് ഹീറ്റ് എനർജിയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് is the main factor that influence the heat energy. So the next device that is working on the principle of heating effect of electric current is safety fuse. സുരക്ഷാ ഫ്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ വീട്ടിലെ മെയിൻ സ്വിച്ചിലും അതുപോലെ മീറ്ററിലൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. അത് വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണമാണ്. സോ എന്താണ് സുരക്ഷാ ഫ്യൂസ് എന്ന് നമുക്ക് നോക്കാം. സോ സ്റ്റുഡൻസ്, ദിസ് ഈസ് എ സേഫ്റ്റി ഫ്യൂസ്. And the safety fuse is having 2 parts. This is a porcelain block and this is a fuse carrier. So inside this fuse carrier we are fixing the fuse wire. So students, this is the fuse wire. The main part of a safety fuse is fuse wire. This fuse wire is fixed between these 2 points, and this fuse wire is an alloy of tin and lead. ടിന്നിന്റെയും ലെഡിന്റെയും ഒരു ലോഹ സങ്കരമാണ് ഈ ഫ്യൂസ് വയർ. ഇതിന്റെ പ്രധാന സവിശേഷതകൾ ലോ മെൽറ്റിംഗ് പോയിന്റ്. ഈ ഫ്യൂസ് വയറിന് ദ്രവണാങ്കം വളരെ കുറവാണ്. അത് വളരെ കുറഞ്ഞ താപനിലയിൽ ഇത് ഉരുകും. സോ ഈ ഫ്യൂസ് വയറിന് റെസിസ്റ്റിവിറ്റി കണ്ടക്ടിംഗ് വയേഴ്സിനേക്കാൾ കൂടുതലായിരിക്കും. പക്ഷേ ഇതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അതായത് ദ്രവണാങ്കം വളരെ കുറവും, എന്നാൽ റെസിസ്റ്റിവിറ്റി നമ്മുടെ കണ്ടക്ടിംഗ് വയേഴ്സിനേക്കാൾ, അതായത് നമ്മുടെ സർക്യൂട്ടിലെ വയറുകളേക്കാൾ കൂടുതൽ റെസിസ്റ്റിവിറ്റി ഈ ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കും. ഹൗ ദിസ് ഫ്യൂസ് വയർ പ്രൊട്ടക്ട് us and the devices from danger. എങ്ങനെയാണ് നമുക്ക് സംരക്ഷണം തരുന്നതെന്ന് നോക്കാം. സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന 2 സാഹചര്യങ്ങളാണ് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഷോർട്ട് സർക്യൂട്ട്: if the positive and the negative terminals of a battery or the 2 wires from the mains come into contact without a presence of a resistance in between, they are said to be short circuited. ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതിനെയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓവർലോഡിംഗ്: എ സർക്യൂട്ട് ഈസ് സെഡ് ടു ബി ഓവർലോഡഡ് if the total power of all the appliances connected to it is more than
വാട്ട് ദ സർക്യൂട്ട് ക്യാൻ വിത്ത്സ്റ്റാൻഡ്. ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് മൂലം എങ്ങനെയാണ് സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ ഫ്യൂസ് വയർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഫ്യൂസ് വയറിലൂടെ വൈദ്യുത പ്രവാഹമുണ്ട്. കണ്ടക്ടറിംഗ് വയറിലൂടെ വൈദ്യുതി പ്രവഹിച്ച് ഇത് ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസാണ്. ഈ ഡിവൈസിന് ഒരു പ്രതിരോധമുണ്ട്. അതിനാൽ തന്നെ ഈ ഉപകരണത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. എന്നാൽ മെയിൻസിലെ രണ്ട് വയറുകൾ, ഈ രണ്ട് വയറുകൾ തമ്മിൽ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അവയ്ക്കിടയിൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈദ്യുതി തിരഞ്ഞെടുക്കുന്ന പാത്ത് ഈ റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തായിരിക്കും. അങ്ങനെ ഈ പാതയിലൂടെ അമിതമായി വൈദ്യുതി പ്രവഹിക്കും. റെസിസ്റ്റൻസ് കൂടിയ പാത വിട്ടിട്ട് റെസിസ്റ്റൻസ് കുറഞ്ഞ ഈ പാതയിലൂടെ അമിതമായിട്ട് വൈദ്യുതി പ്രവഹിക്കുകയും ചെയ്യും. ഇങ്ങനെ അമിത വൈദ്യുത പ്രവാഹം സർക്യൂട്ടിൽ ഉണ്ടാകുമ്പോൾ കണ്ടക്റ്റിംഗ് വയറിനേക്കാൾ റെസിസ്റ്റിവിറ്റി കൂടിയ ഫ്യൂസ് വയറിൽ കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് ഉരുകി പൊട്ടുകയും സർക്യൂട്ട് വിച്ഛേദിക്കപ്പെട്ട് വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സുരക്ഷാ ഫ്യൂസ് നമുക്ക് സംരക്ഷണം നൽകുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് നോക്കൂ. ബൾബിന് താഴെയുള്ള സ്വിച്ച് ഓണാക്കുമ്പോൾ കറണ്ടിന് രണ്ട് പാത ലഭ്യമാകുന്നു. ഒന്ന് ബൾബുള്ള പാത, ഇതിൽ ഫിലമെന്റിന്റെ പ്രതിരോധമുണ്ട്. രണ്ട്, ബൾബിന് സമാന്തരമായി പ്രതിരോധം വളരെ കുറഞ്ഞതോ ഇല്ലാത്തതോ ആയ എസ് എന്ന പാത. സ്വിച്ച് ഇട്ടപ്പോൾ വൈദ്യുതി പ്രതിരോധമുള്ള ബൾബ് വഴി പോകാതെ പ്രതിരോധമില്ലാത്ത പാതയായ സ്വിച്ച് വഴി പോകുന്നു. ഇതുമൂലം കറണ്ട് ക്രമാതീതമായി വർദ്ധിക്കുന്നു. വയറുകൾ ചുട്ടുപഴുക്കുന്നു. ഇത് ഷോർട്ട് സർക്യൂട്ടാണ്. ഇത് നോക്കൂ. ഇവിടെ മെയിൻ സർക്യൂട്ടിലെ രണ്ട് കമ്പികൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോഴും പ്രതിരോധമില്ലാത്ത പാത ഉണ്ടായതിനാൽ കറണ്ട് ക്രമാതീതമായി വർദ്ധിച്ചതാണ് സ്പാർക്ക് ഉണ്ടാകാൻ കാരണം. വീടുകളിലും മറ്റും ഒരു സർക്യൂട്ടിന് താങ്ങാവുന്നതിലുമധികം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചാലും സർക്യൂട്ടിൽ കറണ്ട് ക്രമാതീതമായി വർദ്ധിക്കും. ഇതാണ് ഓവർലോഡിംഗ്. ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും മൂലം സർക്യൂട്ടിൽ തീപിടുത്തവും മറ്റുമുണ്ടാകും. ഇതിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. ഫ്യൂസ് വയറിന് താഴ്ന്ന ദ്രവണാങ്കമാണുള്ളത്. ഫ്യൂസിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തെല്ലാം ഫ്യൂസ് വയറിൽ ചെറിയ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ താപം ചുറ്റുപാടുകളിലേക്ക് പ്രേഷണം ചെയ്തു പോകുന്നു. എന്നാൽ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ മൂലം ക്രമത്തിലധികം കറണ്ട് സർക്യൂട്ടിലൂടെ ഒഴുകുമ്പോൾ ഫ്യൂസ് വയറിലെ താപം അത്യധികമായി ഉയരുകയും വയർ ഉരുകി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ ആംബിയറേജ് അനുസരിച്ച് വൈദ്യുത പ്രവാഹ തീവ്രതയും വ്യത്യാസപ്പെട്ടിരിക്കും. അതിനാൽ അനുയോജ്യമായ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ തന്നെ തിരഞ്ഞെടുക്കണം. Next, we are going to discuss table 1.3 in your textbook. In this table, two heaters are given, heater A and heater B. Voltage and time are same for both the heaters. Both the heaters are having same voltage of 230 volt and the time of flow of current is 5 minutes, that is 300 seconds. The first question is, why does the heater having low resistance get heated more? Answer is, if the resistance decrease, the current flow will increase. We have already seen that current is the factor that influences the heat energy more. So a small rise in the current can produce large amount of heat. Equation for finding the current is I is equal to V by R. So the current produced in heater A is 0.2 ampere and the current produced in heater B is 0.5 ampere. So the current in heater B is 2.5 times greater than the current in heater A.
So even the resistance is low in heater B, but the heat generated is more because the current flow is more in heater B. സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ നമ്മളുടെ ക്ലാസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. തുടർന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.